പ്രിയ വചനയാത്രക്കാരെ, യേശു ക്രിസ്തുവാണോ ഇല്ലയോ എന്ന സംശയത്തിലായിരിക്കുന്ന യഹൂദരെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്ന വാക്ക് അറിവ് എന്നതാണ്. ഇവൻ ക്രിസ്തുവാണെന്ന് അധികാരികൾക്കറിയാമോ? ഇവൻ എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. ക്രിസ്തു എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല എന്നൊക്കെ ജനങ്ങൾ പറയുമ്പോൾ യേശു പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ എന്നെ അയച്ചവനെ നിങ്ങൾക്കറിയില്ല, പക്ഷേ എനിക്കവനെ അറിയാം. അതേ പ്രിയവചനയാത്രക്കാരെ, ഈ അറിവ് അഥവാ അറിയുക എന്ന പദമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അറിവ് പ്രധാനമാണ്, എന്നാൽ അനുഭവത്തിലേക്കുള്ള അറിവാണ് പരമപ്രധാനം. യേശു ആരാണെന്നറിയാൻ അല്ലെങ്കിൽ ദൈവമാണെന്നറിയാൻ സാധാരണ അറിവ് മതി. നമ്മൾ കേട്ടതും നമ്മളെ പഠിപ്പിച്ചതുമൊക്കെ ഇത് ആരംഭമാണ്. എന്നാൽ ഈ ഭൂമിയിൽ പേരിനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ, പള്ളിയിലെ ജ്ഞാനസ്നാന രജിസ്റ്ററിൽ മാത്രമായി ചുരുങ്ങാൻ, സർക്കാർ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങാൻ ഈ അറിവ് മതി. എന്നാൽ അതിൽ കൂടുതൽ യേശു ആരാണെന്നറിയാൻ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, വരാനിരിക്കുന്ന നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു ദൈവ അനുഭവമുള്ള അറിവ് വേണം. ഈ അറിവ് വേണമെങ്കിൽ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യ ശിഷ്യന്മാരുടെ അനുഭവം ഇതിന് നല്ലൊരു മാതൃകയാണ്. യേശുവിനെ ചൂണ്ടി യോഹന്നാൻ പറയുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ക്രിസ്തുവെന്ന് യോഹന്നാൻ പറയുന്നില്ല. യേശുവിൻ്റെ പുറകെ പോയി ഒരു രാത്രി അവനോടുകൂടെ താമസിച്ചപ്പോൾ ലഭിച്ച അനുഭവമാണ് അന്ത്രയോസിനെ കൊണ്ട് ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയിച്ചത്. അനുഭവം ലഭിച്ച പ്രകാശത്തിൻ്റെ രാത്രിയാണ് വിശ്വാസത്തിന് ആധാരം. രാത്രിയിലെ പ്രകാശാനുഭവമാണ് നമുക്കാവശ്യം. ഈ അനുഭവത്തിനായി, അറിവിനായി നാം അവനോടൊപ്പമായിരിക്കണം. നമ്മുടെ വികാരങ്ങൾ പങ്കുവയ്ക്കണം, അവനോട് സംസാരിക്കണം, അവനെ കേൾക്കണം, അവനോട് മറുപടി പറയണം. ഈ പ്രകാശ അനുഭവമാണ് വിശുദ്ധർക്ക് നിത്യജീവിതത്തിലേക്കുള്ള വഴി തെളിയിച്ചത്. യേശുവിനെ സംശയത്തോടെ നോക്കിയവർക്ക് ചുറ്റും രാത്രി മാത്രമാണ്. അവനെ തിരിച്ചറിഞ്ഞവർക്ക് ആ രാത്രിയിലെ പ്രകാശമാണ് പ്രധാനം. ഈ പ്രകാശമാണ് ദൈവാനുഭവത്തിലെ അറിവ്. ഈ അറിവ് നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.